ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീക്കിലി പർച്ചേസ് നടത്തുമ്പോൾ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയോ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടോ ഒന്നും ആയിരുന്നില്ല ഞങ്ങൾ സാധനം വാങ്ങാൻ പോകാറുള്ളത്. ഏകദേശം ഒന്ന് നോക്കി വെച്ച് പിന്നെ ആവശ്യമുള്ളതും ഇഷ്ടമുള്ളതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാറാണ് പതിവ്. പക്ഷേ ഇനി അത് പറ്റില്ല. ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വേണമെന്നൊക്കെ തോന്നിയത് കൊണ്ട് തന്നെ ഏതൊക്കെ സാധനങ്ങളാണ് ഇല്ലാത്തത് എന്നൊക്കെ നോട്ട് ചെയ്ത് ഞാനിതാ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിസ്റ്റ് പ്രകാരം വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളാണ് ഈ കാണുന്നത്. ഇനി അടുത്ത പരിപാടി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കലാണ്. കൃത്യമായ ഒരു കാൽക്കുലേഷനോട് കൂടി ഒരാഴ്ചത്തേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം, എന്ത് ഫുഡ് ഉണ്ടാക്കണം, എത്ര ഉള്ളി വാങ്ങണം, എത്ര തക്കാളി വാങ്ങണം എന്നൊക്കെ ചിന്തിച്ചിട്ട് പോയിട്ട് വാങ്ങുന്നത് ഇതാദ്യമായിട്ടാണ്. കണക്കില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുന്നതും അതുപോലെ ആയിരിക്കും. കൃത്യമായ ഒരു പ്ലാൻ ഒന്നും ഉണ്ടാവില്ല. കയ്യിൽ കിട്ടുന്നതൊക്കെ നമ്മൾ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ തീർക്കും. ചിലപ്പോൾ നമുക്ക് വീണ്ടും വാങ്ങേണ്ട ഒരു അവസ്ഥ വരും. പക്ഷേ കൃത്യമായ ഒരു കണക്കോടുകൂടി ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അത് നമ്മൾ ഒരു 1 വീക്കിലേക്ക് മാനേജ് ചെയ്തിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇത് വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനൊന്ന് ട്രൈ ചെയ്യാം. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് കരുതി വന്നതാണ് കേട്ടോ. വാങ്ങിയ പച്ചക്കറികളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പച്ചമുളകൊക്കെ കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനതിന്റെ മൊത്ത് കളഞ്ഞിട്ട് ഒരു പ്ലാസ്റ്റിക് ഡബ്ബയിൽ അടച്ചു വെക്കാറാണ് പതിവ്. അപ്പോൾ ഒരു 1 വീക്കിലൊക്കെ എനിക്കത് കേടാവാതിരിക്കാറുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില ആയാലും നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ തണ്ടോടുകൂടി വെക്കുമ്പോഴാണ് അത് പെട്ടെന്ന് ചീത്തയായി പോകുന്നത്. അതിന് പകരം ഇങ്ങനെ ഈർന്നെടുത്ത് പ്ലാസ്റ്റിക് ഡബ്ബയിൽ അടച്ചു വെച്ച് നോക്കൂ, കുറച്ചു നാൾ ഇതും നമുക്ക് കേടാവാതെ സൂക്ഷിക്കാം. കറിവേപ്പില മാത്രമല്ല, പുതിനയില ആയാലും മല്ലിയില ആയാലും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഡബ്ബയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാള്, അതായത് ഒരു 1 വീക്കൊക്കെ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റാവുന്നതാണ്. ഈ പൊടിക്കൈകളൊക്കെ എല്ലാവരും ട്രൈ ചെയ്യുന്ന തന്നെയായിരിക്കും അല്ലേ. അപ്പൊ അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഇനി ഒരാഴ്ചത്തേക്ക് കിച്ചണിന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ നീളത്തിലുള്ള ബില്ലൊന്ന് ഞാൻ മടക്കി ഡയറിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കാണ്. മന്തിന്റെ നോക്കാലോ എന്ന് കരുതി. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.